മിനി മിനി എന്താമ്മേ? എടി ഞാൻ നാത്തനോട് വരാൻ പറ. പോവണ്ടേ കുഞ്ഞുമുത്താന്റെ വീട്ടിക്ക്? അവിടെ ഉസ്മാനും പാത്തും പാറക്കുട്ടിയും അനു ഒക്കെ ഉണ്ടാവും. ആണോ? എത്ര ദിവസമായി അവരൊക്കെ കണ്ടിട്ട്? നമ്മ ഇങ്ങോട്ട് വീട് മാറിയേ അവരൊന്നും കണ്ടിട്ടേ ഇല്ലല്ലോ. ആ, ഇന്ന് കുഞ്ഞുമുത്താന്റെ വീട്ടില് പരിപാടിക്ക് എല്ലാരും വരുന്നാ പറഞ്ഞത്. അല്ല, അതിനിപ്പോ അമ്മേന്റെ മരുമോളെ കൊണ്ടുപോകണ്ടോ? കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുമുത്ത. ഇവിടെ വന്ന് കൊണ്ടുപോകാൻ പറഞ്ഞാ നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ നടക്കേടല്ലേ. അവളോട് നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങോട്ട് വരാൻ പറ. ഓ, നിങ്ങൾ രണ്ടുപേരും അല്ലേ ഇന്നലെ മറ്റേ അടയും ചക്കരയൊക്കെ ആയിരുന്നേന്ന്? ഞങ്ങളല്ലോ. അതുകൊണ്ട് അമ്മ തന്നെ അങ്ങ് വരാൻ പറ. എനിക്ക് അവളോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. അവളല്ല, അവൾ നിന്റെ ചേച്ചിയാ. ചേച്ചി വിളിക്കേ. ഓ, വിളിക്കാം. ചേച്ചി തന്നെ. അമ്മയുടെ മരുമോളെ അമ്മ തന്നെ പോയി വിളിച്ചാ മതി. ഈ മിനി അതിനൊന്നും കിട്ടില്ല. ഞാനിപ്പോ തന്നെ പോകും കുഞ്ഞുമുത്താന്റെ വീട്ടിക്ക്. ആ, പിന്നെ എനിക്ക് അവരുടെ കൂടെ കുറെ നേരം കളിക്കാനുള്ളതാ. അമ്മ മരുമോളെയും കൊണ്ട് അങ്ങ് വാ. മരുമോള് മറ്റേ സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ ഇട്ട് വരും. കുഞ്ഞുമത്ത അവളെ അങ്ങ് പൊരിച്ചോളും. നല്ല രസാവും. നിന്നോട് ഞാൻ 4-5 പ്രാവശ്യം പറഞ്ഞു അവള് ഇവിടെ നിന്ന് വിളിക്കല്ലെന്ന്. അവള് നിന്നെ നാത്തൂനാ, എന്റെ ചേച്ചിയാ. ഓ, ഇനി ആവർത്തിക്കില്ലാതെ. എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ കാണണം. ഞാൻ പോകുന്നു. ഈ പെണ്ണിനെ കൊണ്ട് മനുഷ്യൻ തോച്ചല്ലോ. നിങ്ങളെന്താ ഇവിടെ? മിനി, എത്ര ദിവസം നിന്നെ കണ്ടിട്ട്? എത്ര ദിവസമായി പാറു നിന്നെ കണ്ടിട്ട്? അന്നെ എവിടെ? അനുവും പാത്തും കൂടെ എന്റെ വീട്ടിൽ പോയിരിക്കാം. ആ, അതെന്തേ? ഇന്ന് പരിപാടി ഉസ്മാന്റെ വീട്ടിലല്ലേ, പിന്നെന്താ അവര് നിങ്ങളുടെ വീട്ടിൽ പോയേ? അതെന്തൊക്കെയോ സാധനങ്ങള് അമ്മ കുഞ്ഞുമുത്താക്ക് വേണ്ടി അവിടുന്ന് കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നു. അതിനു വേണ്ടിട്ടാ. പിന്നെ ഞങ്ങളോട് വെല്ലും പറഞ്ഞു നിന്റെ അമ്മ ഇവിടുന്ന് മാമ്പഴം പറിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നു. പറിച്ചിട്ട് വാ മക്കളേന്ന്. അപ്പൊ പിന്നെ ഞാന് ഉസ്മാന്റെ വെല്ലുമ്മ പറഞ്ഞ പോലെ ഉസ്മാനും ഞാനും കൂടി ഇങ്ങോട്ട് പോന്നു. എന്നിട്ടുണ്ടാ എന്റെ വീട്ടിലേക്ക് വന്ന് മിനി അവിടെ ഉണ്ടോന്ന് ചോദിക്കാ? അതൊന്നും ഇല്ല. അതെങ്ങനെയാ? നിങ്ങളല്ലേ ബെസ്റ്റീസ്, നമ്മളെയൊന്നും കൂട്ടത്തില്ലല്ലോ. അവന്റെടാ പാവം മിനി ജാനിക്കുട്ടായി പോയി. നീ പോടാ അവിടുന്ന്. അല്ല പാറക്കുട്ടെ, ഈ പറയേ നിങ്ങളെന്താ എന്റെ വീട്ടിൽ വരാത്തെ? എന്റെ വീട്ടിലുണ്ടായ സംഭവങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ? എന്താ മിനി ഉണ്ടായത്? ഇജ്ജ് അറിഞ്ഞില്ലേ പാറക്കുട്ടെ? ഓക്ക് പുതിയ നാട്ടുകാരൊക്കെ കിട്ടിയേക്കണേ. ഞാൻ പറഞ്ഞ നിന്നോട് ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ സംസാരിക്കുന്നതേ പാറക്കുട്ടിനോടാ, നിന്നോടല്ല. നീയേ അവിടെ ഇരുന്നേ മാങ്ങ പറിച്ചാ മതി. എന്നോടൊന്നും സംസാരിക്കണ്ട കേട്ടോ? കൊത്ത മിനിയെ, നമ്മളെയും കൂടി കൂട്ടേക്കല്ലേ. നമ്മളെ ജബോടാക്കല്ല, നമുക്ക് വിഷമാവല്ലുള്ളൂ. നിനക്ക് വിഷമാവുന്നാലും പ്രശ്ന, ബാക്കിയുള്ളവർക്ക് എന്ത് വിഷമായാലും അവരൊരു പ്രശ്നമില്ല. നിങ്ങൾ വഴക്കടിക്കല്ലേ? കുറെ നാളായാലും കണ്ടിട്ട്. നമുക്ക് കുറച്ചു നേരം കളിക്കാം. ഓ, പിന്നെ ഈ ഉസ്മാൻ ഉള്ളിടത്തോളം കാലം നമുക്ക് സമാധാനത്തിൽ സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ പറക്കൂട്ടെ, നമുക്ക് കുറച്ച് അങ്ങോട്ട് മാറിക്കാം. ആ, നിങ്ങൾ അങ്ങോട്ട് മാറിന്നാലും ഞാൻ പറിച്ചിരുന്ന് മാങ്ങ കണ്ട അമ്മയെ വന്ന് പൊറക്കൊടി. ആടാ, ഞാൻ എന്റെ അമ്മേനെ കൊണ്ടുവരാം നിനക്ക് മാങ്ങ പറിപ്പിക്കാനായിട്ട്. ഓ, നീ അങ്ങ് ഇറങ്ങി, നീ എന്നെ പറക്കി, നീ എന്നെ അങ്ങ് വീട്ടിൽ കൊണ്ടുപോവേണ്ടി. പാറക്കുട്ടിന് അതിനൊന്നും കിട്ടില്ല. നീ എങ്ങനെ ചൂടാവില്ലേ മിനി? നമ്മുടെ ഉസ്മാന്റെ സ്വഭാവം നമുക്കറിയുന്നല്ലേ. നീ അതങ്ങ് വിട്ടേക്ക്. ഉസ്മാനെ, അവിടെ ഇങ്ങനെ ഇരുന്നാ മാത്രം പോരാ. ആ മാങ്ങയും കൂടി ഒന്ന് പറിച്ച് താഴെ കിട്ടേക്ക്. അവിടെ ഇങ്ങനെ ഇരുന്ന് വിടായി അടിച്ചാലേ മാങ്ങ തനിയെ ചാടുമൊന്നുമില്ല. ആ, പിന്നെ അല്ലേലിപ്പോ ഞാൻ എന്നോട് മാങ്ങ പറിച്ചിടാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഞാൻ പറിച്ച പെറുക്കാനല്ലേ പറഞ്ഞുള്ളൂ. ഒന്നേടാ, എനിക്ക് ഈ മരത്തുമ്പോ കയറാൻ റെഡി വല്ലോ വർത്താനം പറഞ്ഞിട്ട്. ഓ, പിന്നെ ഞാൻ കേറി കാണിച്ചു തരട്ടെ. എന്റെ മിനി, നീ നടന്ന്. നീ എന്താ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കല് മിനി? പാറക്കുട്ടി, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിനക്കിപ്പോ എന്നെക്കാളൊക്കെ വലുത് ഉസ്മാനാ. പണ്ടൊക്കെ നീ എന്റെ കൂടെ നിന്ന് അവനുമായി തല്ലുണ്ടാക്കുമായിരുന്നു. ഇപ്പൊ നിനക്ക് അവനെ മാത്രം മതിയല്ലേ? ഇച്ചാപ്പി എവിടെ? അവളെ എന്റെ കൂടെ നിക്കാറ്. എന്റെ ഇച്ചാപ്പി എന്തേ? ഓ, അവൾക്ക് അവിടെ ഉണ്ട്. നീ ഇങ്ങനെ പ്രശ്നമാക്കല്ലടി. നീ ഇങ്ങനെ നിക്ക്. അവനെ അവിടെ പലതും പറയും. അവന് നിനക്ക് അറിയുന്നതല്ലേ. നീ എന്തിനാ വെറുതെ പിന്നെ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? ഉസ്മാൻ ഒന്നും മിണ്ടാണ്ടിരിക്കെ. അവളുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് വരുന്നതല്ലേ. നീ പറയടി, നിന്റെ വീട്ടിൽ എന്താ പുതിയതായിട്ടുണ്ടായത്? നാത്തു വന്നെന്ന് ഞാൻ കേട്ടു. പക്ഷെ അത് സത്യമാണെന്നുള്ളതാണെന്ന് മനസ്സിലായില്ല. പിന്നെ നിങ്ങൾ പിന്നെ വീട് മാറി പോയതിനു ശേഷം നീ വാട്സപ്പിൽ പോലും മെസ്സേജ് അയക്കാറില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ പിന്നെ നിന്നെ ഡിസ്റ്റർബ് ആക്കണ്ട വിചാരിച്ചതാ. ഓ, അങ്ങനെയൊക്കെയാണല്ലേ. മനസ്സിലാവുന്നുണ്ട്. ആർക്കിപ്പോ എന്നെ വേണ്ടല്ലോ. വീട്ടിലും ആർക്കും എന്നെ വേണ്ട, ഇവിടെ ആർക്കും വേണ്ട. എല്ലാവർക്കും വീട്ടില് മരുമോളെ മതി. ഇവിടെ എല്ലാവർക്കും ഉസ്മാനെ മതി. ഓ, നിന്റെ പ്രശ്നം എന്താന്ന് പറ. എന്റെ ചേട്ടന് ഒരിക്കൽ പ്രേമിച്ചോണ്ട് വന്നിരിക്കുന്ന ഒരുമാതിരി സാധനം. എന്റെ വീട്ടിൽ കൊള്ളക്കേറ്റാൻ പറ്റാത്തൊരു സാധനം. എന്റെ അമ്മേനെ അവൾ ഇന്നലെ രാത്രി സോപ്പിട്ട് എടുത്ത്. ഇപ്പൊ എന്റെ വീട്ടിൽ ഞാൻ ഒറ്റയാ. അവരൊക്കെ ഒറ്റ കേട്ടു. ഇന്നലെ രാത്രി മോങ്ങി നല്ല ആക്ടിങ് ആയിരുന്നു അവള്. എന്റെ അമ്മയ്ക്ക് മാത്രം അത് മനസ്സിലായില്ല. എനിക്കുണ്ടാ മോങ്ങളിലൊക്കെ അവളോട് സ്നേഹം വരുന്നേ. എവിടുന്ന് വരാനാ? അവളെ നല്ല ആക്ടറാന്ന് എനിക്ക് നല്ലോണം അറിയാം. അവളോടൊന്ന് ചോദിച്ചപ്പോത്തിന് അതെ വലിയൊരു കഥ പറയുന്ന അവള്. എന്തുപാടേ റോഡിൽ നടക്കാൻ നിന്നിട്ടാണോ വീട്ടിലെ പ്രശ്നം പറയുന്നത്? ഒന്നാണ് മനയില്ലാത്തവള്. എടാ, നിന്നെക്കാളും ഒന്നടാ എന്റെ നാത്തൂന്. നിന്നെക്കാളും എത്ര എത്ര ബെറ്റർ എന്റെ നാത്തൂന് തന്നെയാ. നിന്നെപ്പോലെ ഒരു ഫ്രണ്ട് ഉള്ളതിനേക്കാൾ നല്ലത് എന്താന്നറിയോ? എന്താ? വല്ല പൊട്ടക്കെങ്കിലും ചാടി ചാവുന്നതാ. അതിനാരാ എന്നോട് ഇങ്ങോട്ട് കമ്പനി ആവാൻ പറഞ്ഞേ? നമ്മള് സിഗ്മ കുഞ്ഞാപ്പോണ് മക്കളെ.
സിഗ്മ സിഗ്മ നല്ല സിഗ്മ തന്നെ. ഇതേ ഫേക്ക് സിഗ്മയടി, നാക്കൊണ്ട് മാത്രം സിഗ്മ ഉള്ളു, ബാക്കിയൊക്കെ തനി കോഴി. എടാ നിന്നെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാടാ. നിനക്ക് കുറെ പെണ്ണുങ്ങൾ ഉണ്ടാവും പിന്നാലെ നടക്കാനായിട്ട്. അതിന് എഴുതി എന്റെ തലേക്ക് നീ കയറാൻ നിൽക്കണ്ട. ഈ മിനിക്ക് ചോദിക്കാന്ന് പറയാനൊക്കെ ആളുള്ളതാ, നീ മറക്കണ്ട. എന്റെ പാറക്കുട്ടി എനിക്ക് വേണ്ടി ചോദിക്കും അല്ലേടി? പിന്നെയല്ല എന്റെ മിനിക്ക് ഞാനുണ്ടടാ. എനിക്ക് ഇനിയും കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ കൂടി വന്ന് നിന്നെ അങ്ങ് മെരിക്കാറുണ്ടല്ലോ ഉസ്മാനെ. നീ അങ്ങ് നടുക്ക് കിടക്കും. ആകാശത്തിന് നടുക്കാണ് നിങ്ങളെ കിടത്താൻ പോകുന്നേ. എന്നാ സുഖമല്ലോ. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ആകാശത്തിന്റെ നടുക്കൊക്കെ ഒന്ന് കിടക്കണമെന്ന്. നിങ്ങൾ ചെയ്തു തരെങ്കിൽ നന്നായി ഉണ്ടാവും. നിങ്ങൾ ചെയ്തു തരുമോ? എനിക്ക് ആകാശത്തിൽ കിടക്കാൻ നല്ല ആഗ്രഹമുണ്ട്. നിങ്ങളായിട്ട് ചെയ്തു തന്നാലേ നല്ല ആയിരിക്കും എനിക്ക് തോന്നണേ. എന്റെ ഉസ്മാനെ, നീ നാളെ വെറുതെ വിട്. അവള് വീട്ടിൽ നിന്ന് കളി കൊണ്ടുവരിക, നീ അവളെ ഇങ്ങനെ കളിയാക്കല്ലേ? ഓ പിന്നെ അവളെ കളിയാക്കലല്ലേ എന്റെ പണി. ഓ എന്നോട് ഇങ്ങോട്ടൊന്ന് സംസാരിച്ചിട്ടിപ്പോ എന്നെ പ്രശ്നമാക്കുന്നേ. എടാ ഓർമ്മയില്ലാത്തവനെ, നീയാണോ ആദ്യം തുടങ്ങിയത്? നീ തന്നെ ആദ്യം തുടങ്ങിയത്. അതെന്റെ പാറക്കുട്ടി, നമുക്ക് ഉസ്മാന്റെ വീട്ടിൽ പോവാം. ഉസ്മാന്റെ വീട്ടിൽ ഉസ്മാനെ പോലെ ആരുമില്ല, എല്ലാവർക്കും നല്ല സ്വഭാവം. ഉസ്മാൻ മാത്രമേ ഇങ്ങനെയുള്ളൂ. നീ മാങ്ങ പറിക്ക് ഒറ്റയ്ക്ക് വാടാ. മതി മതി എന്റെ മിനി, നീ വാ. മിനി നിങ്ങൾ പറയാൻ കുറെ കാര്യങ്ങളുണ്ട്, നീ ഇങ്ങോട്ട് വാ. ഓയ് നിങ്ങൾ ഇവിടുന്ന് പോയി ആരെയും മാങ്ങക്ക് പെറുക്കി വീട്ടിൽ കൊണ്ടുവരൂ. നീ തന്നെ പെറുക്കി കൊണ്ടുവാടാ. എല്ലാം കൂടെ കയ്യിൽ പിടിച്ച് അത്രയും ദൂരം നടന്ന് നീ അങ്ങ് വാ. നീ കുറച്ച് അനുഭവിക്കണം. നിനക്ക് മറ്റുള്ളവരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണമെന്ന് അറിയില്ല. നീ അതൊക്കെ ഒന്ന് പഠിപ്പിക്കണം. അതിനായിട്ട് കുഞ്ഞുമത്താന്റെ അടുത്തേക്ക് പോവണ്ടേ? ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കാൻ പോവാ. നീ എന്നെ പറഞ്ഞതൊക്കെ ഞാൻ കുഞ്ഞുമത്താന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. എന്നാലേ നീ നിന്റെ നാത്തൂനെ പറ്റി ഇവിടെ വന്ന് പറഞ്ഞു നോക്കേ. നിന്റെ നാത്തൂന്റെ കാതിൽ നാളെ എത്തും, നിന്റെ അമ്മേന്റെ കാതിൽ എത്തും. എന്താ മോളെ, ഞാൻ പോയി പറയട്ടെ? നീ നാത്തൂനെ പറ്റി ഇവിടെ വന്ന് പറഞ്ഞതൊക്കെ നിന്റെ അമ്മയോടെ, നിന്റെ അമ്മയെ പറ്റി പറഞ്ഞതും കൂടെ പറയാം. നല്ലതാവുമല്ലേ? ഞാൻ പറയട്ടെടി മുത്തേ. എന്തുവാ നീ ഇങ്ങനെ? നിനക്ക് എന്ത് പീറ സ്വഭാവമാടാ? നിനക്ക് എങ്ങനെയാ നിന്റെ അമ്മ വളർത്തുന്നേ? എന്റെ മിനി അതൊക്കെ കഷ്ടപ്പെട്ട് വളർത്തുന്നതാ. എന്ത് പാർക്കുട്ടെ, ഇങ്ങനെ എരുതിയിൽ എണ്ണ വെച്ചിട്ടാണ്ട് വെറുതെ പ്രശ്നം കത്തിക്കണ്ട. ജോലിച്ചോണ്ട് പോയിക്കോ, ഞാൻ മാങ്ങൊക്കെ കൂടി പെറുക്കി വരാം. നാല് മാടിയില്ല ഈ പെണ്ണിന് തൊളിയിരിക്കണ കേൾക്കണ്ടല്ലോ. ഇവിടെ തൊളിയിരിക്കണ കേൾക്കണ്ടേ? സമാധാനത്തോടെ മാങ്ങ പറിച്ച് മാങ്ങയും കൊണ്ടുവരാം. നിങ്ങൾക്ക് അങ്ങോട്ട് പോയിക്കോ, അതന്നെ നല്ലത്. അതന്നെ നല്ലത്. അല്ലെങ്കിൽ ആരപ്പ നിന്നെ സഹായിക്കാൻ ഇവിടെ നിൽക്കുന്നേ? വാ പാറു, ഞാൻ പാറുവിനെ കൊണ്ടേ പോകത്തുള്ളൂ. നീയോ ഒറ്റയ്ക്ക് അങ്ങോട്ട് വാ. ഞാനേ എന്റെ അമ്മയടുത്ത് പറയാൻ പോവാ. തോട്ടൊന്നും കൊടുക്കണ്ട, നീ തന്നെ പറിച്ച് നീ തന്നെ ഒറ്റയ്ക്ക് പിറക്കി വാ. എന്ന് നീ പറഞ്ഞിട്ട് പാടി നിന്റെ അമ്മയോട് തോട്ടി കൊടുക്കണ്ടെന്ന്. നിന്റെ അമ്മ തോട്ടി കൊണ്ട് ഒളിപ്പിച്ചു നോക്കട്ടെ. ഓ പിന്നെ നീ പറഞ്ഞതിനനുസരിച്ച് നിന്റെ അമ്മ ഇങ്ങനെ തോട്ടി ഒളിപ്പിക്കാനോ അതിന് ഇതിനൊക്കെ നിൽക്കാല്ലേ? അല്ലെങ്കിൽ ഉസ്മാൻ തോട്ടിന്റെ ആവശ്യമൊന്നുമില്ല. ഉസ്മാനെ മരത്തെ വലിയ ചേരച്ചിട്ടുണ്ടെങ്കിലേ മാങ്ങ പറിച്ച് അത് വീട്ടിലെത്തിക്കാനും അറിയാം. ഓ എന്താന്ന് വെച്ചാൽ അങ്ങ് ചെയ്യും. എന്തായാലും പാറക്കുട്ടിനെ ഞാൻ കൊണ്ടാവാൻ പോവാ. കള്ള ഉസ്മാനെ. അതല്ല മിനി, നിന്റെ നാത്തൂന്റെ കാര്യം നീ മുഴുവനാക്കിയില്ല. അത് ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പേ ഈ ദജ്ജാലിന്റെ മുന്നിൽ നമുക്കൊന്ന് പോവാം. ഇവനാളെ തീരെ ശരിയില്ല. ഇവരൊക്കെ അവിടെ കണ്ട കൊട്ടിക്കെടുക്കും. ഇവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. എങ്ങനെയാണാവോ ഇവന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവനെ വിശ്വസിക്കുന്നത്? എനിക്ക് ഇവനെ വിശ്വസിക്കാൻ വയ്യായേ. എന്ത് സ്വഭാവമാണ് നിന്റെ? അവിടെ കൊണ്ട് ഇവിടെ കൊട്ടുന്നു, ഇവിടെ കൊട്ടുന്നു, അവിടെ കൊട്ടുന്നു. എന്തുവാണ് നിന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ? ഞാൻ പോണ് പാറുവാ. ഉസ്മാനെ, നീ എന്തിനാ അവിടെ ഇങ്ങനെ ചൂട് പിടിക്കുന്നേ? ഇതൊക്കെ ഒരു രസല്ലേ? ഓള് ചൂടാവണ്ടേ കാണാൻ നല്ല ചോർക്ക. ഇനിയിപ്പോ അവളെ നാത്തൂന് എങ്ങനെയാ നിന്റെ വീട്ടിലേക്ക് വരാൻ പോകുന്നതാവോ? കുറെ ആൾക്കാർ വരുന്നല്ലേ, വലിയ സ്റ്റൈലൊക്കെയാന്ന് കേട്ടെ. എങ്ങനെ വരാൻ നമുക്ക് കണ്ടറിയാം. ഇനിയിപ്പോ ഇവൾ ഇന്നത്തെ മുണ്ടൊന്നും നമുക്ക് കണ്ടറിയാം. ഈ പോക്ക് എവിടെയും കൊണ്ട് മുണ്ട കുത്തോന്ന് നമുക്ക് കണ്ടറിയാം.